ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പീരിഡിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പീരിഡിൻ കോമ്പൗണ്ട് എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ, പ്രിപ്പറേഷൻ, അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇനി അടുത്തത് കെമിക്കൽ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ എപ്പോഴും പീരിഡിൻ എന്ന് പറയുന്ന ഒരു അരോമാറ്റിക് കോമ്പൗണ്ടാണ്. അപ്പോൾ നമ്മളെപ്പോഴും അരോമാറ്റിക് കോമ്പൗണ്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതായത് പീരിഡിൻ ഒരു അരോമാറ്റിക് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടാണ്. ആ കോമ്പൗണ്ടും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ കാണിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. ഇനി അത് നമുക്ക് സാധാരണ അറിയാവുന്ന കുറച്ച് അരോമാറ്റിക് കോമ്പൗണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് പഠിക്കുന്ന അരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ബെൻസീനാണ്. അപ്പോൾ ബെൻസീനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പീരിഡിൻ്റെ റിയാക്ടിവിറ്റി എങ്ങനെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പീരിഡിൻ്റെ സ്ട്രക്ചറിൽ പീരിഡിൻ ഒരു 6 മെമ്പർ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടാണ്. നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്. ഇതാണ് സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ഈ നൈട്രജനിലെ ലോൺ പെയർ ഇവിടുത്തെ റെസൊണൻസിൽ പങ്കെടുക്കില്ല. അപ്പോൾ ഈ നൈട്രജനിലെ ലോൺ പെയർ ഇവിടെ തന്നെ നിൽക്കും. ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ നൈട്രജൻ എന്ന് പറയുന്നത് ഈ റിങ്ങിലുള്ള ബാക്കി കാർബണിൻ്റെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കൂടിയ ഒരു ആറ്റമാണ്. പോരാത്തതിന് നൈട്രജൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ വിഡ്രോവിങ് ഗ്രൂപ്പാണ്. അപ്പോൾ അത് കാരണം ഈ നൈട്രജൻ്റെ പ്രസൻസ് കാരണം ഇവിടുത്തെ സ്വതവേ അരോമാറ്റിക് റിങ്ങിലുള്ള ആറ്റംസിന് ഇലക്ട്രോൺ ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. ഈ റിങ്ങിന് മൊത്തത്തിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായിട്ടുള്ള നൈട്രജൻ്റെ പ്രസൻസ് കാരണം ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റിയിൽ ഒരു ഡിപ്ലീഷൻ സംഭവിക്കും. അതായത് ഇവിടുത്തെ ഇലക്ട്രോണിനെ ഈ നൈട്രജനിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിരിക്കും ഈ ആറ്റത്തിന് ടെൻഡൻസി വരിക. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ഇലക്ട്രോൺ ഡെൻസിറ്റിയിൽ ഒരു ഡിപ്ലീഷൻ സംഭവിക്കും. അപ്പോൾ അത് കാരണം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ റിങ്ങിൽ ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഫൈലിന് അതിന് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം ഇങ്ങനെ ഒരു ഡിപ്ലീഷൻ സംഭവിക്കുമ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റിക്ക് ഡിപ്ലീഷൻ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ഇലക്ട്രോഫൈലിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ റെസൊണൻസ് സ്ട്രക്ചറൊക്കെ നമ്മൾ നോക്കിയപ്പോൾ ഇതിൻ്റെ പല കാർബണിൽ പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യണതായിട്ട് കണ്ടു. അപ്പം അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോഫൈൽസിന് സാധാരണ അരോമാറ്റിക് കോമ്പൗണ്ട്സിനെ പോലെ അട്രാക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും. അപ്പോൾ നൈട്രജൻ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ പ്രസൻസ് കാരണം ഈ പീരിഡിൻ റിങ്ങിൽ ഇലക്ട്രോൺ ഡെൻസിറ്റിക്ക് ഒരു ഡിപ്ലീഷൻ സംഭവിക്കുന്നത് കൊണ്ട് ഇതൊരു ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പായിട്ടാണ്. പീരിഡിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഒരു ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ് ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ ബെൻസീനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബെൻസീനേക്കാളും റിയാക്ടിവിറ്റി വളരെ കുറവായിരിക്കും ഈ പീരിഡിൻ കോമ്പൗണ്ടിന് ഉണ്ടായിരിക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് റിയാക്ടിവിറ്റിയിൽ പറയണത്. അപ്പോൾ ഇനി പീരിഡിന് നമുക്കിനി വേണമെങ്കിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തരില്ല എന്നൊന്നുമില്ല, തരും. പക്ഷേ ബെൻസീൻ്റെ അത്ര റിയാക്ടിവിറ്റി ഉണ്ടായിരിക്കില്ല. ബെൻസീൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ആ റിയേജൻ്റ് ആഡ് ചെയ്ത് കൊടുത്ത് വളരെ സാധാരണ ഒരു നോർമൽ കണ്ടീഷനിൽ തന്നെ റിയാക്ഷൻ നടത്തി നമുക്ക് പ്രോഡക്റ്റ് ഫോം ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ പീരിഡിൻ്റെ കേസിൽ അങ്ങനെയല്ല. നമുക്ക് ആ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടന്ന് സബ്സ്റ്റിറ്റ്യൂവൻറ്റിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് കണ്ടീഷൻസ് നോക്കണം. കുറച്ച് ഡ്രാസ്റ്റിക് കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ മാത്രമാണ് റിയാക്ഷൻ നടക്കുകയുള്ളൂ. ഇനി ഡ്രാസ്റ്റിക് കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ പോലും നടക്കാത്ത കുറച്ച് റിയാക്ഷൻസ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ഫ്രിഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ. ഫ്രിഡൽ-ക്രാഫ്റ്റ്, ആൽക്കൈലേഷൻ, അസൈലേഷൻ പോലുള്ള റിയാക്ഷൻസ് ഒന്നും പീരിഡിൻ തരില്ല. ഇനി ഇത്രയാണ് റിയാക്ടിവിറ്റിയിൽ പറയുന്നത്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനോട് എങ്ങനെയാണ് പീരിഡിൻ കോമ്പൗണ്ട് റിയാക്ട് ചെയ്യണമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ലെസ് റിയാക്റ്റീവ് ആണ്, ബെൻസീനേക്കാൾ റിയാക്ടിവിറ്റി കുറവാണ്, ഒരു ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പായിട്ടാണ് പീരിഡിൻ ആക്ട് ചെയ്യണത്. അത് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് നൈട്രജൻ. ഇനി റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എവിടെയായിരിക്കും ഈ സബ്സ്റ്റിറ്റ്യൂവൻറ്റ് വരാനുള്ള ചാൻസ്, പോസിബിലിറ്റി എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതായത് ഈ ബെൻസീനിൽ 5 കാർബൺ ഉണ്ടല്ലോ, 1 2 3 4 5 കാർബൺ ഉണ്ട്. അപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 5 പൊസിഷൻ, ഇപ്പോൾ 5 പൊസിഷൻ ഇല്ല, 3 പൊസിഷനാണ്. ഇത് 2nd പൊസിഷൻ, ഇത് 3rd പൊസിഷൻ, ഇത് 4th പൊസിഷൻ. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ, ഈ 3 പൊസിഷനിലും ഏതെങ്കിലും ഒന്നിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂവൻ്റ് കൂടുതലും ഫേവറബിൾ ആയിട്ടുള്ള പൊസിഷൻ. ആ പൊസിഷൻ ഏതാണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലാദ്യം
നമ്മുടെ സബ്സ്റ്റുവൻറ്റ് 3 പൊസിഷനാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ, തേർഡ് പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഫോർത്ത് പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ പൊസിഷനിലും വരുമ്പോൾ ഉണ്ടാവുന്ന റെസൊണൻസ് സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഉണ്ടാവുന്ന പ്രോഡക്റ്റിൻ്റെ സ്റ്റെബിലിറ്റി പറയണത്. ഇനി അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ പീരിയഡിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇവിടെ ലോൺ പെയർ ഉണ്ട്, ബാക്കി 3 ഡബിൾ ബോണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇലക്ട്രോഫൈൽ ആഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇലക്ട്രോഫൈൽ വരേണ്ടത് C2 പൊസിഷനിലാണ് ആദ്യം ഇലക്ട്രോഫൈൽ വരേണ്ടത്. അപ്പോൾ ഈ C2 പൊസിഷനിൽ ഇലക്ട്രോഫൈൽ വരണമെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യണം. ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഡബിൾ ബോണ്ട് ഈ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ രണ്ട് ആറ്റത്തിന് ഇടയിലേക്കാണ് വരുള്ളൂ, കാർബണിൽ നെഗറ്റീവ് ചാർജ് വരില്ല. അപ്പോൾ ഇവിടെ ആവുമ്പോൾ ഈ ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് ഈ കാർബണിലോട്ട് പോകും. ഈ കാർബണിലോട്ട് പോകുമ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജും നൈട്രജന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ടപ്പോൾ അവിടെ പോസിറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യും. അപ്പോൾ കിട്ടുന്ന സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. നൈട്രജനിൽ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. ആ നെഗറ്റീവ് ചാർജിലേക്ക് ഈ ഇലക്ട്രോഫൈൽ വന്ന് ജോയിൻ ചെയ്യും. അപ്പോൾ ഇലക്ട്രോഫൈൽ ജോയിൻ ചെയ്ത് ഓൾറെഡി ഉള്ള ഹൈഡ്രജൻ, ബാക്കിയുള്ള 2 ഡബിൾ ബോണ്ട്. ഇനി ഈ പോസിറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ കാർബണിൽ പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്യും. നൈട്രജൻ്റെ പോസിറ്റീവ് ചാർജ് പോയി, ഇവിടെ ഡബിൾ ബോണ്ട് വരും. ഇവിടെ ഓൾറെഡി ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടുത്തെ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടപ്പോൾ ഈ കാർബണിൽ പോസിറ്റീവ് ചാർജ് വരും. ഇവിടെയുള്ള സബ്സ്റ്റുവൻറ്റ് ഹൈഡ്രജൻ. ഇനി അടുത്തത് ഈ പോസിറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ കാർബണിൽ പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്യും. നൈട്രജൻ, ഇവിടെ ലോൺ പെയർ ഉണ്ട്. നൈട്രജൻ്റെ പോസിറ്റീവ് ചാർജ് ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു, ഇവിടെ ഡബിൾ ബോണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് പോവും, ഇവിടെ ഡബിൾ ബോണ്ട് വരും, ഈ കാർബണിൽ പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെ 3 റെസൊണൻസ് സ്ട്രക്ചറാണ് സെക്കൻഡ് പൊസിഷനിലാണ് ഇലക്ട്രോഫൈൽ വരുന്നതെന്നുണ്ടെങ്കിൽ ഫോം ചെയ്യണത്. അതിൽ ഈ നൈട്രജനിൽ പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇതൊരു ലീസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചറാണ്. ഇത് ഫോം ചെയ്യാൻ ഒരു ചാൻസും ഉണ്ടായിരിക്കില്ല. അപ്പം അത് കാരണം സെക്കൻഡ് പൊസിഷനിൽ സബ്സ്റ്റുവൻറ്റ് വരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്തത് C3 പൊസിഷനിലാണ് വരണമെന്നുണ്ടെങ്കിൽ, C3 പൊസിഷൻ എന്ന് പറയുമ്പോൾ പ്ലസ് സബ്സ്റ്റുവൻറ്റ് C3 പൊസിഷൻ ഇവിടെ വരണം എന്നുണ്ടെങ്കിൽ ഇവിടെ നെഗറ്റീവ് ചാർജ് വരണം. ഇപ്പോൾ നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് വരും. ആ നെഗറ്റീവ് ചാർജിലേക്ക് ഈ സബ്സ്റ്റുവൻറ്റ് വരാം. സബ്സ്റ്റുവൻറ്റ് ഇവിടെ ഓൾറെഡി ഉള്ള ഹൈഡ്രജൻ. അപ്പോൾ ഇവിടുത്തെ ഈ ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ ഈ കാർബണിൽ പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്യും. പോസിറ്റീവ് ചാർജ്, ഇവിടെ ഓൾറെഡി ഉള്ള ഡബിൾ ബോണ്ട്, ഇതിലുള്ള ലോൺ പെയർ, ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഇനി അടുത്തത് ഈ പോസിറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അടുത്ത റെസൊണൻസ് സ്ട്രക്ചർ ലോൺ പെയർ ഉണ്ട്. ഈ ഡബിൾ ബോണ്ട് പോകുമ്പോൾ ഇവിടുത്തെ ഈ കാർബൺ പോസിറ്റീവ് ചാർജ് വരും. ഇവിടെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്, സബ്സ്റ്റുവൻറ്റ് ഹൈഡ്രജൻ. ഇനി അടുത്തത് ഈ പോസിറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെട്ടപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്യും. ഇവിടെ ഡബിൾ ബോണ്ട് വരും, ഇവിടെ ഡബിൾ ബോണ്ട് ഓൾറെഡി ഉണ്ട്, സബ്സ്റ്റുവൻറ്റ് ഹൈഡ്രജൻ. ഇപ്പോൾ ഇവിടെ ഈ 3 സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു സ്ട്രക്ചറിൽ പോലും നൈട്രജനിൽ പോസിറ്റീവ് ചാർജ് വരുന്ന സ്ട്രക്ചർ ഇല്ല. അപ്പോൾ ഒരുവിധം എല്ലാ സ്ട്രക്ചറും സ്റ്റേബിൾ ആയിരിക്കും. അൺസ്റ്റേബിൾ ആയിട്ടുള്ള റെസൊണൻസ് സ്ട്രക്ചർ ഒന്നും ഫോം ചെയ്യുന്നില്ല. ഇനി അടുത്തത് C4 പൊസിഷൻ. ഈ പൊസിഷനിലാണ് നമുക്ക് സബ്സ്റ്റുവൻറ്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ
എന്ത് വരണം, ഇവിടെ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യണം. ഇവിടെ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. ഇവിടെ പോസിറ്റീവ് ചാർജ് വന്നു, ഇവിടെ നെഗറ്റീവ് ചാർജിലേക്ക് ഇലക്ട്രോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യും. ഇലക്ട്രോഫൈൽ ഇവിടെ ഓൾറെഡി ഉള്ള ഹൈഡ്രജൻ, പിന്നെ ഡബിൾ ബോണ്ട്, ഇവിടെ ഡബിൾ ബോണ്ട്. ഇനി അടുത്തത് ഈ പോസിറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഈ ഡബിൾ ബോണ്ട് ഈ രണ്ട് കാർബണിൻ്റെ ഇടയിലേക്ക് വരും. ഫോം ചെയ്യുന്ന സ്ട്രക്ചർ പേരുണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് ഓൾറെഡി ഉണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഹൈഡ്രജൻ. ഇവിടെ നൈട്രജനിൽ നിന്ന് ഒരു ഇലക്ട്രോണാണ് നഷ്ടപ്പെട്ടു പോയത്, അപ്പോൾ ഇവിടെ നൈട്രജനിൽ ഒരു പോസിറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്യും. ഇനി അടുത്തത് ഈ പോസിറ്റീവ് ചാർജിനെ കളയാൻ വേണ്ടി ഇവിടുത്തെ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് പോവും, ഇവിടെ ഡബിൾ ബോണ്ട് വരും. അപ്പോൾ ഇവിടുത്തെ കാർബൺ ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യും. ഇവിടെ ഓൾറെഡി ഡബിൾ ബോണ്ട് ഉണ്ട്, YH. അപ്പോൾ ഇതിൽ ഈ സ്ട്രക്ചറിൽ ഒരു കാർബണിൽ ഒരു നൈട്രജനിൽ ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ റെയറാണ്. ഇതൊരു വളരെ സ്റ്റെബിലിറ്റി കുറഞ്ഞ ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ ഇതൊരു ലെസ് സ്റ്റേബിൾ റെസ്റ്റോറൻറ്റ് സ്ട്രക്ചറാണ്. അപ്പോൾ ഇത് ഫോം ചെയ്യാൻ ഉള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് കേസിൽ ഈ രണ്ട് കേസിലും വളരെ സ്റ്റെബിലിറ്റി കുറഞ്ഞ ഒരു ഇൻ്റർമീഡിയറ്റ് റെസൊണൻസ് സ്ട്രക്ചറിൽ റെസൊണൻസ് നടക്കുമ്പോൾ വളരെ സ്റ്റെബിലിറ്റി കുറഞ്ഞ ലെസ് സ്റ്റേബിൾ ആയിട്ട് ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി വരുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ഈ ഒരു സ്ട്രക്ചർ സ്റ്റേബിൾ ആവില്ല. അതായത് സെക്കൻഡ് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് വന്ന് ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് ഒരിക്കലും പ്രൊഡക്റ്റ് ഫോർമേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് ഫോം ചെയ്ത പ്രോഡക്റ്റ് ഒട്ടും സ്റ്റേബിൾ ആയിരിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഫോം ചെയ്യുക ഈ ഒരു കേസിലായിരിക്കും. അതായത് തേർഡ് പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്ന കേസിൽ മാത്രമാണ് സ്റ്റേബിൾ ആവുള്ളൂ. അപ്പോൾ അതായത് പീരിഡിനിൽ ഇലക്ട്രോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ ഇലക്ട്രോഫൈൽ ചൂസ് ചെയ്യുന്ന പൊസിഷൻ എന്ന് പറയുന്നത് തേർഡ് കാർബണിലായിരിക്കും. പീരിഡിൻ്റെ തേർഡ് കാർബണിലായിരിക്കും സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരിക. ഇലക്ട്രോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ C2 ഈ രണ്ട് കാർബണിലും ഈ കാർബണിലും, അതായത് സെക്കൻഡ് കാർബണിലും ഫോർത്ത് കാർബണിലും സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്, റെയറാണ്, ഇല്ല എന്ന് തന്നെ പറയാം. ഇനി ഇത്രയാണ് അതിൻ്റെ ഓറിയൻറ്റേഷൻ, എവിടേക്കാണ് വരിക എന്നുള്ളത്. അപ്പോൾ ഇലക്ട്രോഫൈൽ ചൂസ് C3 പൊസിഷൻ ഫോർ ദി അറ്റാച്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോഫൈൽ. ഇനി നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ്, ഇലക്ട്രോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന് കുറച്ച് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അപ്പം അതിന് മുന്നേ ജനറൽ മെക്കാനിസം പറയുന്നുണ്ട്, എങ്ങനെയായിരിക്കും ആ മെക്കാനിസം നടക്കുക എന്നുള്ളത്. അപ്പോൾ ആദ്യം രണ്ട് സ്റ്റെപ്പ് പ്രോസസ്സാണ് വരുന്നത്. അതായത് പീരിഡിനിലേക്ക് ഇലക്ട്രോഫൈൽ വരുന്നു. ഇലക്ട്രോഫൈൽ വരുമ്പോൾ ചൂസ് ചെയ്യുന്ന പൊസിഷൻ ഏതായിരിക്കും? തേർഡ് പൊസിഷനാണ്. ഇവിടെയാണ് വന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ പോസിറ്റീവ് ചാർജും ഇവരുടെ നെഗറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യും. ആ നെഗറ്റീവ് ചാർജിലേക്ക് ഇലക്ട്രോഫൈൽ വന്ന് ജോയിൻ ചെയ്യും. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നൊരു ഇൻ്റർമീഡിയറ്റ് ആണ് ഇത്. ഇങ്ങനെ ഒരു ട്രാൻസിഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു. ഇനി അത് കഴിഞ്ഞ് ഇവിടുത്തെ ഈ പ്രോട്ടോൺ ഈ H+ ആയിട്ട് ഇവിടുന്ന് എലിമിനേറ്റ് ചെയ്ത് പോവും. അപ്പോൾ ഇവിടുത്തെ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഇവർ ഡബിൾ ബോണ്ട് റീജനറേറ്റ് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അങ്ങനെ നമുക്കൊരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഇതാണ് ജനറൽ ആയിട്ടൊരു മെക്കാനിസം. അപ്പോൾ ആദ്യം ഇവിടുന്ന് ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് എവിടെയാണോ, അതായത് തേർഡ് പൊസിഷനിൽ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യും. ആ നെഗറ്റീവ് ചാർജിലേക്ക് ഇലക്ട്രോഫൈൽ വന്ന് ജോയിൻ ചെയ്യും, ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും. അത് കഴിഞ്ഞ് അവിടുന്ന് പ്രോട്ടോൺ എലിമിനേറ്റ് ചെയ്ത് പോകും. ഡീപ്രോട്ടോണേഷൻ നടന്ന് പ്രോഡക്റ്റ് ഫോം ചെയ്യും. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. പിന്നെ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് ഒരു ഫാസ്റ്റ് പ്രോസസ്സാണ്. അപ്പം അങ്ങനെ നമുക്കൊരു മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോഡക്റ്റ് കിട്ടും. തേർഡ് കാർബണിൽ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ഇനി കുറച്ച് എക്സാമ്പിൾസ് ആണ് പിരിഡിൻ കോമ്പൗണ്ട് കാണിക്കുന്ന കുറച്ച് ഇലക്ട്രോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എക്സാമ്പിളാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ നൈട്രേഷൻ ആണ്. NO2+ ആയിരിക്കും അവിടുത്തെ ഇലക്ട്രോഫൈലായിട്ട് വരുന്നത്. അവിടെ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് 3-നൈട്രോപിരിഡിൻ. നൈട്രോപിരിഡിൻ ആണ് അവിടുത്തെ പ്രോഡക്റ്റായിട്ട് വരുന്നത്. പിരിഡിനെ നൈട്രേഷൻ നടത്തി കഴിഞ്ഞാൽ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് നൈട്രോപിരിഡിൻ ആണ്. അപ്പോൾ ആ നൈട്രേഷൻ നടക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റിയേജൻറ്റ്
നൈട്രിക് ആസിഡ് ആണ് ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ മാത്രമല്ല അവിടെ നമ്മളൊരു ഡ്രാസ്റ്റിക് കണ്ടീഷൻ അപ്ലൈ ചെയ്യുകയാണ്. ഹൈ ടെമ്പറേച്ചർ 300°C കണ്ടീഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ് യൂസ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അറ്റ് 300°C. ഇപ്പോൾ ഈ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഫോം ചെയ്യുന്നത് നൈട്രോ പിരിഡിൻ ആയിരിക്കും. അപ്പോൾ നൈട്രോ ഗ്രൂപ്പ് ചൂസ് ചെയ്യുന്ന പൊസിഷൻ 3rd പൊസിഷൻ ആയതുകൊണ്ട് ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് 3-നൈട്രോ പിരിഡിൻ ആയിരിക്കും. ഇതാണ് നൈട്രേഷൻ റിയാക്ഷൻ. ഇനി അടുത്തത് സൾഫോണേഷൻ ആണ്. സൾഫോണേഷൻ എന്ന് പറയുമ്പോൾ SO3H ഗ്രൂപ്പാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുന്നത്. ഫോം ചെയ്യുന്നത് പിരിഡിൻ 3 സൾഫോണിക് ആസിഡ്. പിരിഡിൻ സൾഫോണിക് ആസിഡ് ആണ്. ആ സൾഫോണിക് ആസിഡ് ഗ്രൂപ്പ് ചൂസ് ചെയ്യുന്ന പൊസിഷൻ 3rd പൊസിഷൻ ആയ കാരണം പിരിഡിൻ 3 സൾഫോണിക് ആസിഡ് ആണ് അവിടുത്തെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ സൾഫോണേഷൻ നടക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റിയേജൻറ്റ് ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് ആണ് ഇൻ പ്രസൻസ് ഓഫ് ലിറ്റിൽ HgSO4. ഇതാണ് അവിടുത്തെ ഒരു റിയേജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡും HgSO4ഉം അറ്റ് 220°C. ഇതാണ് അവിടുത്തെ കണ്ടീഷൻ. ഇപ്പോൾ ഇത് ടെമ്പറേച്ചർ കണ്ടീഷൻ. ഇതാണ് അവിടുത്തെ ഹെൽപ്പിംഗ് റിയേജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്യൂമിംഗ് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്ത് സൾഫോണേഷൻ നടത്തുമ്പോൾ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് പിരിഡിൻ 3 സൾഫോണിക് ആസിഡ് ആണ്. ഇതാണ് സൾഫോണേഷൻ റിയാക്ഷൻ. ഇനി അടുത്തത് ഹാലോജിനേഷൻ. ഹാലോജിനേഷൻ നമ്മളെപ്പോഴും കോമൺ ആയിട്ട് ക്ലോറിനേഷനും ബ്രോമിനേഷനാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്യുക പിരിഡിനിൽ കൂടി ഇൻ ദ പ്രസൻസ് ഓഫ്, സാധാരണ നമ്മൾ ക്ലോറിനേഷനും ബ്രോമിനേഷനൊക്കെ ചെയ്യണ പോലെ തന്നെ ലൂയിസ് ആസിഡിൻ്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടത്തുന്നത്. പെൻഹൈഡ്രസ് AlCl3 ആണ് യൂസ് ചെയ്യുന്നത്. 300°C കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് ക്ലോറോ പിരിഡിൻ ആയിരിക്കും. ആ ക്ലോറിൻ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂവൻ്റ് ചൂസ് ചെയ്യുന്ന 3rd പൊസിഷൻ ആയത് കാരണം 3 ക്ലോറോ പിരിഡിൻ. അപ്പം അങ്ങനെ പിരിഡിന് ക്ലോറിൻ ഗ്യാസ് പാസ് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് എൻഹൈഡ്രസ് AlCl3 at 300°C. we get the product 3 ക്ലോറോ പിരിഡിൻ. അതേപോലെ തന്നെയാണ് ബ്രോമിൻ്റെ കേസ്. ബ്രോമിൻ്റെ കേസ് നമ്മൾ ചൂസ് ചെയ്യുന്ന ലൂയിസ് ആസിഡ് FeBr3 ആണ്. അവിടെയും ഈ സെയിം കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ബ്രോമോ പിരിഡിൻ ആണ്. 3 ബ്രോമോ പിരിഡിൻ ആയിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. ഇതാണ് ബ്രോമിനേഷൻ റിയാക്ഷൻ. അപ്പോൾ ഇത്രയും നൈട്രേഷൻ, സൾഫോണേഷൻ, ഹാലോജിനേഷൻ മാത്രമാണ് ഇലക്ട്രോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ നമുക്ക് എക്സാമ്പിളായിട്ട് പഠിക്കാനുള്ളൂ. ഇനി അടുത്തത് പറയുന്നത് അതിൻ്റെ ബേസിസിറ്റി ആണ്. അപ്പോൾ അതായത് ഇന്നലെ ഞാൻ റെസൊണൻസ് സ്ട്രക്ചറും മോളിക്കുലർ സ്ട്രക്ചറും പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റെസൊണൻസ് സ്ട്രക്ചർ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഈ റെസൊണൻസ് സ്ട്രക്ചർ ഇതാണ് നമ്മൾ ഇന്നലെ നോക്കിയ റെസൊണൻസ് സ്ട്രക്ചറാണ്. അപ്പോൾ ഈ റെസൊണൻസ് സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നൈട്രജനിലൊക്കെ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ലോൺ പെയറിൽ ഒരു ചേഞ്ച് ഇല്ലാണ്ട് ലോൺ പെയർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഒരിക്കലും ലോൺ പെയർ ഈ റെസൊണൻസിൽ പങ്കെടുക്കുന്നുണ്ടാവില്ല. ആ ലോൺ പെയർ അവിടെ തന്നെ നൈട്രജനിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. പോരാത്തതിന് റെസൊണൻസ് നടക്കുമ്പോൾ നൈട്രജനിൽ ഒരു നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഈ റെസൊണൻസ് കൺസെപ്റ്റ് പ്രകാരം നൈട്രജന് നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന് ലോൺ പെയർ ഉണ്ട്, ഫ്രീ ആയിട്ടുള്ള ലോൺ പെയർ അതിനുണ്ട്. അപ്പോൾ അത് കാരണം ഈ രണ്ട് ഇലക്ട്രോൺ, ഈ പെയർ ഓഫ് ഇലക്ട്രോണിന് പ്രോട്ടോണേഷൻ നടത്താൻ വേണ്ടി, ഒരു പ്രോട്ടോണിനെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഇത് റെഡിലി അവൈലബിൾ ആയിരിക്കും, എപ്പോഴും അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഈ ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റർ വന്നു കഴിഞ്ഞാൽ അവർക്കതിനെ പെട്ടെന്ന് അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. അതേപോലെ മോളിക്കുലർ ഓർബിറ്റൽ കൺസെപ്റ്റ് പ്രകാരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്ട്രക്ചർ വരുമ്പോൾ എങ്ങനെയായിരുന്നു, അവിടെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ നൈട്രജനിൽ ലോൺ പെയർ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷനിൽ പങ്കെടുക്കാതെ ബാക്കി ഈ രണ്ട് ഡബിൾ ബോണ്ട് ആയിരിക്കും ഇങ്ങോട്ടൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് ഡീലോക്കലൈസേഷൻ നടക്കുന്നുണ്ടാവുക. നമുക്കതിൻ്റെ സ്ട്രക്ചർ വേണമെങ്കിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ലോൺ പെയർ ഇവിടെ തന്നെ ഉണ്ടാവും, ഇതിൻ്റെ ഉള്ളിൽ ഡീലോക്കലൈസേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പിരിഡിൻ റിങ്ങിൽ ഡീലോക്കലൈസേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ആ ഡീലോക്കലൈസേഷനിൽ ഒരിക്കലും നൈട്രജൻ്റെ ലോൺ പെയർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഈ ലോൺ പെയർ എപ്പോഴും പ്രോട്ടോണേഷന് വേണ്ടിയിട്ട്, പ്രോട്ടോണേഷൻ നടക്കാൻ വേണ്ടി എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ഇവരെപ്പോഴും റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ മോളിക്കുലർ ഓർബിറ്റൽ കൺസെപ്റ്റ് പ്രകാരം റെസൊണൻസ് കൺസെപ്റ്റ് പ്രകാരം പിരിഡിൻ്റെ സ്ട്രക്ചർ വെച്ച് പിരിഡിനിലെ നൈട്രജനിൽ
ഉള്ള ലോൺ പെയർ എപ്പോഴും പ്രോട്ടോണേഷന് വേണ്ടി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് കാരണം ഇപ്പം ഇലക്ട്രോൺ ഡോണർ അല്ലെങ്കിൽ പ്രോട്ടോൺ ആക്സെപ്റ്റർ ആണ് നമ്മളൊരു ബേസ് ആയിട്ട് പറയാറുള്ളത്. അത് കാരണം പിരിഡിൻ ഒരു ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ബേസിസിറ്റി നമ്മൾ അറിയാവുന്ന നൈട്രജൻ കണ്ടെയ്നിങ് ബേസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ അനിലീൻ എന്ന് പറയുന്നത് എന്താണ്? ബെൻസീൻ റിങ്ങിൽ NH2 ഗ്രൂപ്പ് വരുന്നത്, ഇതാണ് അനിലീൻ കോമ്പൗണ്ട്. അപ്പോൾ ഈ അനിലീനെ കമ്പയർ ചെയ്ത് നോക്കുക. അതുപോലെ ടെറിഷറി അമൈനി കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പിരിഡിൻ്റെ ബേസിസിറ്റി എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അനിലീനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അനിലിൻ്റെയും പിരിഡിൻ്റെയും ബേസിക് നേച്ചർ അല്ലെങ്കിൽ ബേസിക് സ്ട്രെങ്ത് ഏകദേശം സിമിലർ ആണ്. പക്ഷേ ആലിഫാറ്റിക് ടെറിഷറി അമീൻ, ഇതാണ് ആലിഫാറ്റിക് ടെറിഷറി അമീൻ. അപ്പോൾ നമ്മൾ ടെറിഷറി അമീൻ നോക്കാനായിട്ട് കാരണം, അതായത് ഇപ്പം ഇതിൽ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ അത് കാരണം ഈ 3 വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നത് കാർബൺ അല്ലെങ്കിൽ അരോമാറ്റിക് ഗ്രൂപ്പാണ്. ഇവിടെ അതുപോലെ തന്നെ ഈ 3 വാലൻസ് സാറ്റിസ്ഫൈ ചെയ്യണത് ആൽക്കൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ അത് കമ്പയർ ചെയ്ത് നോക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിൽ ഈ 2 കോമ്പൗണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ആലിഫാറ്റിക് അമീനായിരിക്കും എപ്പോഴും ബേസിക് സ്ട്രെങ്ത് കൂടുതലുണ്ടായിരിക്കുക. ആലിഫാറ്റിക് ടെറിഷറി അമീനേക്കാളും ബേസിക് സ്ട്രെങ്ത് കുറവായിരിക്കും പിരിഡിന്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് റീസൺ നോക്കാം. അപ്പോൾ അനിലിനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബേസിക് സ്ട്രെങ്ത് പിരിഡിൻ്റെയും അനിലിൻ്റെയും ബേസിക് സ്ട്രെങ്ത് ഏകദേശം സിമിലർ ആയിരിക്കും. പക്ഷേ ആലിഫാറ്റിക് ടെറിഷറി അമീനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പിരിഡിൻ ഒരു വീക്കർ ബേസ് ആണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അപ്പോൾ പിരിഡിനിൽ നമ്മൾ പറഞ്ഞു നൈട്രജനിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. പക്ഷേ ഇവിടെ നമ്മുടെ ആലിഫാറ്റിക് ടെറിഷറി അമീൻ്റെ കേസിൽ വരുമ്പോൾ ഇവിടെ വരുന്നത് ഇപ്പം ഇതും ഒരു ഹൈബ്രിഡ് ഓർബിറ്റലാണ് ലോൺ പെയർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നൈട്രജൻ ആലിഫാറ്റിക് ടെറിഷറി അമീനിൽ നൈട്രജൻ എക്സിബിറ്റ് ചെയ്യുന്ന ഹൈബ്രിഡൈസേഷൻ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ ഈ 2 കോമ്പൗണ്ടിലും നൈട്രജനിൽ എക്സിബിറ്റ് ചെയ്യുന്ന ഹൈബ്രിഡൈസേഷനിൽ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ sp2ഉം sp3യും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എസ് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ കാണുന്നത് sp2 ഹൈബ്രിഡ് ഓർബിറ്റലിലായിരിക്കും. ഇവിടെ 4ൽ ഒരെണ്ണമാണ് എസ് ക്യാരക്ടർ വരിക, ഇവിടെ 3ൽ ഒരെണ്ണമാണ് എസ് ക്യാരക്ടർ വരുന്നത്. അപ്പോൾ എസ് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ വരുന്നത് sp2 ഹൈബ്രിഡ് ഓർബിറ്റലിലാണ്. പോരാത്തതിന് sp2 ഹൈബ്രിഡ് ഓർബിറ്റലിന് കുറച്ചുകൂടി ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലായിരിക്കും. അവർക്ക് ആ ഇലക്ട്രോൺസിനെ അവരുടെ അടുത്തേക്ക് അതിൽ തന്നെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും sp3നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. അപ്പോൾ പിരിഡിനിലെ നൈട്രജനിലുള്ള ലോൺ പെയർ എക്സിസ്റ്റ് ചെയ്യുന്നത് sp2 ഹൈബ്രിഡ് ഓർബിറ്റലിലും ആലിഫാറ്റിക് ടെറിഷറി അമീനിലെ ലോൺ പെയർ എക്സിസ്റ്റ് ചെയ്യുന്നത് sp3 ഹൈബ്രിഡ് ഓർബിറ്റലിലുമാണ്. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ഓർബിറ്റൽ sp2 ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഓർബിറ്റലിൽ ഒക്യുപ്പൈ ചെയ്യുന്ന പെയർ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ലോൺ പെയറിനെ അവിടെ തന്നെ നിർത്താൻ അല്ലെങ്കിൽ അതിനോട് അട്രാക്ട് ചെയ്ത് നിർത്താനായിരിക്കും ടെൻഡൻസി ഉണ്ടാവുക ഈ ഓർബിറ്റലിന്. മറിച്ച് sp3 കുറച്ചും കൂടി ലൂസായിരിക്കും. ഇതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർ ഇലക്ട്രോണിനെ പിടിച്ചു നിർത്തുന്ന ടെൻഡൻസി sp2വിനേക്കാളും കുറവാണ്. അപ്പം അത് കാരണം ഈ ഓർബിറ്റലിൽ ഒക്യുപ്പൈ ചെയ്യുന്ന ലോൺ പെയർ ആയിരിക്കും കൂടുതലും ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നുണ്ടാവുക ഇതിനേക്കാളും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത് sp3യിൽ ഒക്യുപ്പൈ ചെയ്യുന്ന ലോൺ പെയറിനായിരിക്കും. അപ്പോൾ അത് കാരണം റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രോൺ ലോൺ പെയർ ഉള്ളത് ആലിഫാറ്റിക് ടെറിഷറി അമീനിലത്തെ നൈട്രജനിലായിരിക്കും. അപ്പോൾ അത് കാരണം നമ്മൾ ബേസിക് സ്ട്രെങ്ത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പിരിഡിൻ ലെസ് ബേസിക് ദാൻ ആലിഫാറ്റിക് ടെറിഷറി അമീൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എപ്പോഴും കമ്പയർ ചെയ്ത് ചോദിക്കാറുണ്ട്. ആലിഫാറ്റിക് ടെറിഷറി അമീനേക്കാളും പിരിഡിന് ബേസിക് സ്ട്രെങ്ത് വളരെ കുറവാണ്. കാരണം എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഹൈബ്രിഡൈസേഷനാണ് മെയിനായിട്ടുള്ള കാരണം വരുന്നത്. ഇനി ഈ ഒരു അവരുടെ ബേസിക് പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്ന 2 റിയാക്ഷനാണ് നോക്കുന്നത്. അപ്പോൾ ഒന്ന് പറയണത് നമുക്ക് എപ്പോഴും ബേസിക് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അവർ ആസിഡുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പോൾ ഒരു ബേസും ആസിഡും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് എപ്പോഴും സോൾട്ട് ആയിരിക്കും. അപ്പോൾ ആസിഡുമായിട്ട് പിരിഡിൻ റിയാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് ഒരു സോൾട്ട് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ പിരിഡിൻ HCl റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ പ്രോട്ടോണിനെ
ഇവർ വേഗം ആക്സെപ്റ്റ് ചെയ്യും, പ്രോട്ടോണേഷൻ നടക്കുന്നു. അപ്പോൾ ഇവിടെ NH+ ഫോം ചെയ്യും. പിന്നെ ഈ Cl- ഇതിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ക്ലോറൈഡാണ് സോൾട്ട് ഫോം ചെയ്യുന്നത്. പിരിഡിനിയം ക്ലോറൈഡ് ആയിരിക്കും ഇവിടുത്തെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്നൊരു ക്വാട്ടേണറി സോൾട്ട് ആയിരിക്കും ഫോം ചെയ്യുന്നുണ്ടാവുക. അതായത് ഈ നൈട്രജനിൽ ഇപ്പോൾ ഇവിടെ CH3+I- ആണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇലക്ട്രോൺ ആക്സെപ്റ്റർ ആയിട്ട് വരുന്ന CH3+ ഗ്രൂപ്പ്. ആ പ്ലസ് ഗ്രൂപ്പിനെ ഈ ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്ത് നൈട്രജൻ കാർബൺ ബോണ്ട് ഫോം ചെയ്യും. ഇവിടെ നൈട്രജനിൽ ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്യുന്നു. Pi- ഇതിനോട് അറ്റാച്ച് ചെയ്ത് ഈ പോസിറ്റീവ് ചാർജിനോട് അറ്റാച്ച് ചെയ്ത് ഒരു അയഡൈഡ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്ന സോൾട്ട്. ഇതൊരു ക്വാട്ടേണറി സോൾട്ടാണ്. ഇപ്പോൾ N-methyl pyridinium iodide ആണ് ഇവിടെ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ്. ഇപ്പോൾ ഈ കോമ്പൗണ്ടിനെ ക്വാട്ടേണറി സോൾട്ട് എന്ന് വിളിക്കാൻ എന്താ കാരണം? അതായത് 4 വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നത് കാർബൺ ആയതുകൊണ്ടാണ്. അതായത് ഇതൊരു കാർബൺ, ഇതൊരു കാർബൺ, ഇതൊരു കാർബൺ, പിന്നെ ഡബിൾ ബോണ്ട് കാർബൺ നമ്മൾ എപ്പോഴും 2 കാർബൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ക്വാട്ടേണറി സോൾട്ട് എന്ന് പറയാനായിട്ട് കാരണം. ഇപ്പോൾ ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് ഒരു അയഡൈഡ് സോൾട്ടാണ്. ഈ രണ്ട് റിയാക്ഷൻ പറയുന്നത് അവരുടെ ബേസിക് നേച്ചർ, പീരിഡിൻ്റെ ബേസിക് നേച്ചർ കുറച്ചും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ റിയാക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ബേസിക് നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പീരിഡിനൊരു ബേസിക് നേച്ചറുള്ളൊരു കോമ്പൗണ്ടാണ്. അനിലീൻ്റെയും പീരിഡിൻ്റെയും ബേസിക് നേച്ചർ ഏകദേശം സിമിലർ ആണ്. പക്ഷേ ആലിഫാറ്റ് ടെർഷ്യറി അമീനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പീരിഡിൻ ലെസ് ബേസിക് ആണ്. ഓക്കെ, അപ്പോൾ പിരിഡിനെ കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഇത്രയാണ്. പിരിഡിൻ കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി, അതിൽ വരുന്ന ഫസ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതിൻ്റെ റിയാക്ടിവിറ്റി, ഓറിയൻറ്റേഷനും കാര്യങ്ങളും പറഞ്ഞു. ഒരു 3 എക്സാമ്പിൾ എടുത്ത് നമ്മൾ ആ റിയാക്ടിവിറ്റി എങ്ങനെയാണെന്ന് നോക്കി, റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കി. പിന്നെ അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞതിൻ്റെ ബേസിക് പ്രോപ്പർട്ടിയാണ്. ഇനിയുള്ളത് അതിൻ്റെ ന്യൂക്ലിയോഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്ന കാര്യങ്ങളും പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.